യെസ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പല ബിസിനസ് ഓണേഴ്സും നമ്മുടെ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലേക്ക് വന്നിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ ഭാഗമായിട്ട് വീഡിയോകൾ ചെയ്തിടുക എന്നുള്ള. കാരണം ഇനിയുള്ള കാലം വീഡിയോ ചെയ്താലേ കാര്യമുള്ളൂ, അല്ലാതെ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ടാവും അല്ലെ. വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ബെറ്റർ ആയിട്ട് വരുന്നുണ്ടാവുള്ളൂ, ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവാം അല്ലെ. എനിവേ നമ്മൾ വീഡിയോ ഇടണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണോ അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ പല ആളുകളും ഞാൻ ഡെയിലി കണ്ടന്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ആ ബട്ടാണ് പ്രശ്നം അല്ലെ. ബട്ട് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നിങ്ങളിപ്പോ മേ ബി സ്റ്റെക്കാണ്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം, ഈ ടോപ്പിക്കിന്റെ പ്രശ്നം, കണ്ടന്റിന്റെ പ്രശ്നം, ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ. ഇത് ആക്ച്വലി സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾ നോർമലി റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നുണ്ടാവും അല്ലെ. നമുക്ക് പല രീതിയിൽ റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പല ടോപ്പിക്കുകൾ, നിങ്ങളുടെ ടെസ്റ്റിമോണിയൽസ്, നിങ്ങളുടെ ടിപ്സ്, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജേർണി പറയാം, നിങ്ങളുടെ സ്റ്റോറീസ് പറയാം, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പറയാം, നിങ്ങൾ പ്രൊഡക്റ്റിനെ കുറിച്ച് മേക്കിംഗ് വീഡിയോസ് പറയാം. അങ്ങനെ പല രീതിയിലുള്ള കണ്ടന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ്, ചിലപ്പോൾ റീച്ച് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല അല്ലെ. ചിലപ്പം ഒരു ഇന്ററാക്ഷൻസ് കുറവായിരിക്കും. ഓക്കെ, ചിലപ്പോൾ കമന്റ് വരുന്നില്ല, ഫോളോവേഴ്സ് വരുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു പ്രോസസ്സാണ്. ഞാൻ ഇതിന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആ പ്രോസസ്സിൽ മേ ബി നിങ്ങൾക്ക് ഇതിനൊന്ന് ഫാസ്റ്റ് ആയിട്ട് ഒന്ന് റീച്ച് ആക്കാനും കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും ഒന്ന് സെയിൽ ഒന്ന് കൂട്ടാനും വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതൊരു ഓർഗാനിക് പ്രോസസ്സാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് ചെറിയ ടൈം എടുക്കും. ഇനി നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൊലിക്കെട്ടി വേണം. ഓക്കെ, അത് ബിസിനസ് ചെയ്യുന്ന തൊലിക്കെട്ടിയൊന്നുമല്ല. ഓൺലൈൻ മീഡിയയിൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകളുടെ കമന്റ് ഫേസ് ചെയ്യാനും അവർ പറയുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യാനും അത് പേഴ്സണൽ ആയിട്ട് എടുക്കാതെ ഉള്ള രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ നിങ്ങൾ ഒരിക്കലും ഒരു ബിസിനസ് പേഴ്സൺ എന്നുള്ള ലെവലിൽ ഒരിക്കലും സോഷ്യൽ മീഡിയയുടെ ആ ഒരു ഇതിലേക്ക് വരരുത്. വീഡിയോ ചെയ്യാൻ ഇറങ്ങരുത്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ്. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് തെറിവിളി വരെ കേൾക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അതിന്റെ അൽഗോരിതത്തിനനുസരിച്ച് നമുക്ക് റീച്ച് ആവാൻ പറ്റുള്ളൂ. അപ്പോ ഞാൻ പറയുന്നതാണ്, ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, തൊല്ലിക്കെട്ടി എന്നുള്ള സാധനം നമ്മൾ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ബിസിനസ് ഓണറാണ്, എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതൊന്നും ഇവിടെ ഇല്ല. അത് വേണം എന്നല്ല. ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പിലേക്കാണ് പോകണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡിഫറെന്റ് മോഡിൽ നിങ്ങൾ വീഡിയോസുകൾ മേക്ക് ചെയ്തിട്ട് ഇടുക. അത് ആളുകൾ ചിലപ്പം പ്രകോപിപ്പിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് കണ്ടന്റുകളൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ ആ ഒരു സ്ട്രാറ്റജിക്ക് അനുസരിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ന്യൂസ് വരെ കാണാറില്ലേ, ചിലപ്പോൾ അവര് ആദ്യം അതിന്റെ തലക്കെട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അറ്റൻഷൻ ചെയ്യുന്ന രീതിയിലുള്ള തലക്കെട്ടാ. അത് ആക്ച്വലി നെഗറ്റീവ് മാർക്കറ്റിംഗ് തന്നെയാണ്. അപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഹുക്ക് എന്ന് പറയും. ഈ ഹുക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കറക്റ്റ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ച് റീച്ചൊക്കെ ഓർഗാനിക്കലി തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാക്സിമം നമ്മളൊരു വീഡിയോ റീച്ച് ആവുന്നത് അതിന്റെ കമന്റ് സെക്ഷൻ ആക്റ്റീവ് ആവുമ്പോഴാണ്. ഓക്കെ, അതുപോലെ സേവ് റേറ്റ് കൂടുമ്പോഴാണ്, ആളുകൾ ഷെയർ ചെയ്യുന്നത് കൂടുമ്പോഴാണ്, ലൈക്ക് കൂടുമ്പോഴാണ്. ഇതിന്റെ ഒക്കെ ബൈ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആവാൻ ചാൻസ് ഉള്ളൂ. അല്ലാണ്ട് ആരും ഒറ്റയടിക്കൊന്നും ഫോളോ ചെയ്യില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, നിങ്ങൾ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്നതും അതിന്റെ ഹുക്കുകളും അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ വളരെ ചീറി വന്നിട്ട് അല്ലെങ്കിൽ വലിയ വോയിസിൽ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു 6 സെക്കൻഡ് നിങ്ങൾ മേക്ക് ചെയ്താൽ മതി. ഓക്കെ, 6 സെക്കൻഡ് ആണ് ഏതൊരു വീഡിയോന്റെ അറ്റൻഷൻ എന്ന് പറയുന്നത്. ആ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ വീഡിയോ കുറച്ച് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ റീച്ചിലേക്ക് എത്തിക്കാം. ഓക്കെ, അതുപോലെ 10K-യും 10K-യും 1 million ഒക്കെ എത്തിക്കാൻ പറ്റും. അപ്പൊ ആദ്യത്തെ പ്രോസസ് ഇതാണ്, നിങ്ങൾ ഒരു തൊലിക്കെട്ടി കാണിക്കുക, കറക്റ്റ് ഹുക്ക് പ്ലേസ് ചെയ്യുക, ഒരു കുറച്ച് സമയം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി അനലൈസ് ചെയ്യാനുള്ള ടൈം കാണുക എന്നുള്ളതാണ്. പല ആളുകളും പറഞ്ഞതിന്റെ പേരിലോ ഇതിങ്ങനെ ചെയ്താൽ ഇനിയിപ്പോ കിട്ടുള്ളൂ എന്നുള്ള പേരിൽ റീൽസ് ഇടുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റെഡി ആക്കി എടുക്കുക. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ
നമ്മൾ മറ്റൊരാളുടെ സഹായവും മറ്റൊരാളുടെ ട്രസ്റ്റും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മളുടെ ചാനലോ നമ്മളുടെ അക്കൗണ്ടിലോ റീൽസിനും വ്യൂസും മറ്റു കാര്യങ്ങളും കൂട്ടാവുന്നതാണ്. അതാണ് സത്യത്തിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഇതിന് സത്യത്തിൽ കൊളാബറേഷൻ ആണ്. ഓക്കെ, ഇത് പല രീതിയിലേക്ക് നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം. ഇൻഫ്ലുവൻസർ കൊളാബറേഷനുകൾ പല രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ആണ് വിചാരിക്കുക. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ് ആണ്, ഈ ഇതൊരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു മഞ്ഞളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മഞ്ഞളുടെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണല്ലോ അല്ലെ. ഇതിൽ നമുക്ക് ഒരുപാട് റീൽസുകൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിൽ റീൽസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഇൻഫ്ലുവൻസർ വെച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, ഓൾറെഡി നിങ്ങളുടെ ഇൻസ്റ്റാ അക്കൗണ്ടും പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ തന്നെ കുറച്ച് വീഡിയോസ് ചെയ്തിടണം എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസേഴ്സിന് ക്യാഷ് കൊടുത്ത് അവർ വന്ന് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ടിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ വേസ്റ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ മേ ബി ഈ ഒരു ഇൻഫ്ലുവൻസർ നിങ്ങളുടെ സൈറ്റിൽ വന്നിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അയച്ചു കൊടുത്ത് ചെയ്യുമ്പോൾ അവരത് യൂസ് ചെയ്യുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ രീതിയിലായിരിക്കാം ഷെയർ ചെയ്യുന്നത് അല്ലെ, അവരുടെ വീഡിയോ എടുക്കുന്നത്. അതല്ല നിങ്ങളുടെ ഓഫീസിലേക്കോ നിങ്ങളുടെ പ്ലാന്റേഷനിലേക്കോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി പ്രൊഡക്ഷൻ വീഡിയോസോ അല്ലെങ്കിൽ ഇതിന്റെ മെത്തേഡ് കാണിച്ചിട്ട് ഇതിന്റെ ഇത് മണ്ണ് പറിക്കുന്നതോ അല്ലെങ്കിൽ ഫാമൊക്കെ കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നുകൂടെ ജെന്യൂൻ ആണ്, ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും, കാരണം ഓർഗാനിക് ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെ. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. ഇത് എന്ന് പറയുകയാണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാം. അങ്ങനെ രണ്ട് ടൈപ്പില്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജോ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വ്യൂസ് കൂടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസറിനെ കൊണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇത് എന്തിനു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ ട്രസ്റ്റ് ഉപയോഗിക്കുക, മറ്റൊരാളുടെ സ്പീഡ് യൂസ് ചെയ്യുക. കാരണം ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ഓൾറെഡി 10K 1 മില്യനോ അല്ലെങ്കിൽ 50K ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇയാളുടെ കൂടെ നമ്മൾ കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അയാൾക്ക് കിട്ടുന്ന ആ ലീവറേജ് നമുക്ക് കൂടി നമ്മുടെ പേജിനും കൂടി കിട്ടും. അപ്പോൾ ആ ഒരു പേജും പ്ലസ് നമ്മുടെ പേജും കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരൊറ്റ റീൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അതൊരു 60,000 വ്യൂസ് കിട്ടിയെന്ന് വെച്ചോ, ആ വ്യൂസ് നമ്മുടെ പേജിലും കാണിക്കും. അങ്ങനെ കാണിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് അല്ല, ഒരുമിച്ച് അങ്ങനെ കൊളാബ് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊളാബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ റീച്ച് കിട്ടും. നമുക്ക് ചിലപ്പോൾ ഒരു 1000 വ്യൂസേ കിട്ടുന്നുള്ളൂ, ഇവിടെ 64 വ്യൂസ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ 1000 കൂടി കൂട്ടി എത്രയും 65. അപ്പൊ അങ്ങനെ നമുക്ക് വ്യൂസ് ടോട്ടൽ ചെയ്ത് കിട്ടും. അത് പേജിൽ റിഫ്ലക്ട് ആവും, അതിൽ കിട്ടുന്ന കമന്റും കാര്യങ്ങളൊക്കെ നമുക്കും കിട്ടും. അപ്പൊ അതാണ് മറ്റൊരാളുടെ ട്രസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. ഈ മറ്റൊരാളുടെ ട്രസ്റ്റ് ഉപയോഗിക്കുക എന്നത് എക്സാമ്പിൾ നമ്മൾ സെലിബ്രിറ്റിനെ കൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്. മറ്റൊരാളുടെ ട്രസ്റ്റും അയാളുടെ ഫെയിമും അയാളുടെ ക്രെഡിബിലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ട്രസ്റ്റ് യൂസ് ചെയ്യുന്നു. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മാർക്കറ്റിംഗ് ടൈപ്പാണ്, ട്രസ്റ്റ് മാർക്കറ്റിംഗ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഈ രണ്ട് മാർക്കറ്റിംഗ് കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് വരുന്നത് അല്ലെ. ഫസ്റ്റ് എന്തായിരുന്നു, നിങ്ങൾ സ്വന്തമായിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം. രണ്ട് എന്ന് പറയുന്നത് മറ്റൊരാളുടെ ട്രസ്റ്റ് ഉപയോഗിക്കാം, മറ്റൊരാളുടെ ഫെയിം യൂസ് ചെയ്യാം, മറ്റൊരാളുടെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഫാസ്റ്റ് ആയിട്ട് ഒരു 1ൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, 3x നമുക്ക് പെട്ടെന്നൊരു പ്രൊമോഷൻ, പെട്ടെന്ന് റീച്ച് കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഒരാളെ വെച്ച് ചെയ്താൽ മതിയല്ലോ, ഓക്കെ എനിക്ക് റീച്ച് കിട്ടി, ഇപ്പൊ അത്യാവശ്യം കിട്ടി. അങ്ങനെയല്ല, ഈ ഒരു പ്രോസസ്സ് പല ബിസിനസ് ഓണേഴ്സും വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ പ്രോസസ്സാണ് ഒരു വീഡിയോ ചെയ്തിട്ട് അവർ നിർത്തും, എന്നിട്ട് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാവും പിന്നെ ഒന്നും ചെയ്യാം. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഏതൊരു പ്രോസസ്സാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. നിങ്ങളൊരു ഒരു പ്രോസസ് ചെയ്യുന്ന സമയത്ത്, ബിസിനസ് ചെയ്യുന്ന സമയത്ത് 2 ദിവസം, ഇന്ന് ഇനാഗ്രേഷൻ കഴിഞ്ഞ് 2 ദിവസം ക്ലോസ് ചെയ്ത് 3-ാമത്തെ ദിവസം തുറന്ന് അതിനൊരു 10 ദിവസം പിന്നെയും ക്ലോസ് ചെയ്ത് 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ 4 ദിവസം പിന്നെയും തുറന്നു, ഇങ്ങനെയാണോ ചെയ്യുക ബിസിനസ്? ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തല്ലോ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഓപ്പൺ ആക്കിയല്ലേ അത് നിങ്ങളുടെ സ്ഥാപനം ഉണ്ടെന്നുള്ള പബ്ലിക്കിലേക്ക് അറിയുക. അല്ലെങ്കിൽ പറയും അത് 2 ദിവസം മുന്നേ ക്ലോസ് ചെയ്ത് എടുക്കരുത്, അങ്ങോട്ട് പോകണ്ടെന്ന് പറയും.
അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ആ കിട്ടിയ റീച്ചിനെ നിങ്ങൾ വീണ്ടും 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 എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഒരു ഇൻഫ്ലുവൻസറിൽ നിർത്താതെ ഒരു 5-10 ഇൻഫ്ലുവൻസറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടാർഗറ്റ് ചെയ്തിട്ട് വീണ്ടും 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 ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് ആ എക്സ്പെൻസ് എന്ന് പറയുന്നത് നഷ്ടമല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ആ ഒരു വീഡിയോ വന്നിട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരിക്കും, അത് എത്ര വർഷം കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ടായിരിക്കും. അത് വീണ്ടും വീണ്ടും റീച്ച് ആവുന്നതോറും അതിന്റെ ബെനിഫിറ്റ് നിങ്ങളുടെ റീച്ചിലാണ് കിട്ടുക. അപ്പൊ നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തോ ആ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല ഇൻവെസ്റ്റ്മെന്റ്. കാരണം എന്താ വെച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സെയിൽ വരും, റീച്ച് വരും. ഈ റീച്ച് നിങ്ങൾക്ക് എത്ര ക്യാഷ് കൊടുത്താലും കിട്ടത്തില്ല, ഓർഗാനിക് റീച്ച്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അറ്റൻഷൻ കിട്ടുകയാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഒരാൾ വന്നപ്പോൾ ഇത്രയും ബെനിഫിറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് മാക്സിമം 4, 5, 10 ആൾ വന്നു കഴിഞ്ഞാൽ എത്ര ബെനിഫിറ്റ് കിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. അപ്പൊ ആ കിട്ടുന്ന ബെനിഫിറ്റ് മാക്സിമം ഷോർട്ട് ടൈമിൽ എടുക്കുക, ബെനിഫിറ്റ് കൂട്ടാൻ നോക്കുക. അല്ല, നിങ്ങൾ സ്വന്തം വീഡിയോ ആണെങ്കിൽ 365 ദിവസം ചിലപ്പോൾ നിങ്ങൾ വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ റീച്ച് ആകണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം, അതൊരു ഇൻഫ്ലുവൻസർ മൈൻഡ് സെറ്റിലേക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഡെയിലി വീഡിയോസിന് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ മറ്റൊരാളുടെ ലീവറേജ് എടുക്കുന്ന സമയത്ത് അതിന് കറക്റ്റ് ആയിട്ട് ഒരു 30 ഡേയ്സിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 365 ദിവസം നിങ്ങൾ കഷ്ടപ്പെടുന്ന റിസൾട്ട് ഒരു വെറും 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു വർഷത്തെ റിസൾട്ട് എടുക്കാൻ പറ്റും. ചിലപ്പോൾ 5 വർഷത്തെ റിസൾട്ട് നിങ്ങൾക്ക് വെറും 30 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 1 to 10% മിനിമം നിങ്ങൾ 30 ഡേയ്സിലേക്ക് എടുക്കുക, ഇൻഫ്ലുവൻസേഴ്സിന് എടുക്കുക. അപ്പോൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞില്ല. വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പോൾ ഒരു 1 to 10% ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ഈ ടൈപ്പ് വീഡിയോ ചെയ്യും, ഈ ടൈപ്പ് വീഡിയോ ചെയ്യും, ഈ ടൈപ്പ് വീഡിയോ ചെയ്യും. ഏത് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന് എന്ത് ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് സെയിൽ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, പക്ഷെ സെയിൽ എന്ന് പറയുന്നത് എപ്പോഴും ടെമ്പററി ആണ്. അപ്പത്തെ രീതിയിൽ നിങ്ങൾക്ക് സെയിൽ കിട്ടാനുള്ള. പിന്നെ ആ വീഡിയോ ആ ഇൻഫ്ലുവൻസറുടെ ടൈം ലൈനിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് മുകളിൽ ഒരു 4 വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മളുടെ വീഡിയോ എന്നുണ്ടെങ്കിൽ അതിനുശേഷം അവൻ വൈകിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അടുത്ത ദിവസം രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, അടുത്ത ദിവസം ഒരു വീഡിയോ ഇട്ടു. എന്താ കാരണം ഇൻഫ്ലുവൻസേഴ്സിന് അറിയാം വീഡിയോസ് ഇട്ടുകൊണ്ട് ഇന്നല്ല റീച്ച് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മുകളിൽ അവർ 4, 5, 10 വീഡിയോ. അപ്പൊ ഇതിങ്ങനെ താഴേക്ക് പോകും അല്ലെ. അങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് ഇതിന് റീച്ച് കുറയാൻ കൂടാം, അതാണ് ഈ വീഡിയോക്ക് അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് താഴേക്ക് പോകുമ്പോൾ ഇത് കിട്ടുന്ന ആ ഒരു അപ്പത്തെ ആ ഒരു ഇതുണ്ടല്ലോ, ആ